ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ഫുൾ വയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിങ്, അതായത് ഭിത്തിയൊക്കെ പൊളിച്ചതിന് ശേഷം വയറിങ്ങിൻ്റെ പൈപ്പ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്ഥലത്താണ് നമ്മുടെ DP വരാൻ പോകുന്നത്. ഈ സ്ഥലത്ത് രണ്ട് സൈഡുകളിലേക്കുമായിട്ടാണ് നമ്മുടെ പൈപ്പുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ DP വയ്ക്കാൻ തീരുമാനിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരുപാട് വയറിൻ്റെ ലെങ്ത്ത് വരാത്ത രീതിയിൽ നമ്മൾ DP വയ്ക്കാനായിട്ട് തീരുമാനിക്കേണ്ടത്. അപ്പോൾ DP നമ്മൾ എല്ലാ സ്ഥലത്തും ഇവിടെയാണ് നമ്മൾ DP വയ്ക്കുന്നത്. എല്ലാ സ്ഥലത്തേക്കും തുല്യമായിട്ട് ലെങ്ത്ത് വരുന്ന രീതിയിലാണ്. അപ്പോൾ വയർ ഒട്ടും തന്നെ കൂടുതൽ വരാത്ത രീതിയിൽ ഇവിടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് 3 ഫേസ് DP ആണ്. അപ്പോൾ 3 ഫേസ് DPയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പൈപ്പുകളാണ് ഈ കാണുന്നത്. വൺ സൈഡ് നമുക്ക് ഏകദേശം ഒരു 1 ഇഞ്ച് പൈപ്പുകളും അപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ 1 ഇഞ്ച് പൈപ്പുകളുമാണ്. 25 mm പൈപ്പുകളാണ്. അവിടെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചു, ഒരു 6-4 ജംഗ്ഷൻ ബോക്സ് വെച്ചു. നേരെ പോയതിന് ശേഷം അടുത്ത സ്ഥലത്തും ഇതുപോലെ തന്നെ സീലിംഗ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സീലിങ്ങിന് ഇവിടെ നമുക്ക് 2 പൈപ്പ് മുകളിലേക്ക് പോകാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഹോളിൽ തുളച്ചിട്ടിട്ടുണ്ട്. അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. കാരണം മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ തുളച്ചിട്ടിരിക്കുന്നത്. അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് മാറ്റിയിട്ടിരിക്കുക. പിന്നെ അതിനുശേഷം നേരെ ഒന്ന് 4 ജംഗ്ഷൻ വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോകേണ്ട സെക്ഷനാണ്. അടുക്കളയിലേക്ക് പോകേണ്ടതും പിന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ താഴെ നമ്മുടെ സ്റ്റേറിൻ്റെ താഴെയാണ് വെക്കുന്നത്. സ്റ്റേറിൻ്റെ താഴെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടറിൻ്റെ സെക്ഷനും. അപ്പോൾ അവിടേക്കുള്ള പൈപ്പും കൂടിയിട്ടാണ് ഈ സൈഡിലൂടെ പൈപ്പ് നമ്മൾ 5 പൈപ്പ് അല്ലെങ്കിൽ 4 പൈപ്പ് നമ്മൾ അടിച്ചിട്ടിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 1 ഇഞ്ച് പൈപ്പുകളാണ് വന്നത്. പിന്നെ അവിടെ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. തന്നെ പുറത്തേക്കുള്ളൊരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. നമുക്ക് എവിടെയാണോ പോകുന്നത്, ഈ പൈപ്പുകൾ പോകുന്ന സ്ഥലം എവിടെയാണോ അവിടെയെല്ലാം നമ്മൾ ലൈറ്റ് പോയിൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ 6-4 അല്ലെങ്കിൽ 4-4 ജംഗ്ഷൻ വെച്ച് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് മെയിൻ സ്വിച്ച് ബോർഡും അത്യാവശ്യം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ TV യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിന പൈപ്പാണ് 1 ഇഞ്ച് പൈപ്പ് കിടക്കുന്നത്. ആൻറ്റിന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഷിൻ്റെ കേബിൾ വരുന്നതിനും പിന്നെ വേണമെങ്കിൽ വൈഫൈ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടൊരു പൈപ്പ് നമ്മൾ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ നമ്മുടെ TVക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് TVയുടെ TP സ്വിച്ച് അവിടെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റൂമുള്ളത്. അപ്പോൾ ആ ബോക്സിൽ നിന്ന് ബാക്ക് തുളച്ച് നമ്മൾ ആ റൂമിലേക്കുള്ള സർക്യൂട്ട് എടുത്തിരിക്കുന്നു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അടുത്ത റൂമിൻ്റെ സർക്യൂട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുകളിലത്തെ നമ്മൾ ഫ്ലോറിലേക്ക് പോകാനായിട്ട്. ഇത് നമ്മളിവിടെ വന്നതിന് ശേഷം ഈ പോകുന്നത് 4-4 വെച്ചതിന് ശേഷം നേരെ പോകുന്നത് നമ്മുടെ അപ്പുറത്തെ റൂമിൻ്റെ സെക്ഷനിലേക്കാണ്. പിന്നെ ഒരെണ്ണം മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 2 പൈപ്പ് ഒരെണ്ണം അപ്പുറത്തെ സൈഡ് പൊക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീണ്ടും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡും പൊക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ പറഞ്ഞ സർക്യൂട്ട് നേരെ വരുന്നത് ഈ റൂമിലേക്കാണ്. ഈ റൂമിൽ നിന്ന് നേരെ വരുന്നത് ഒരു 4-4 വെച്ചതിന് ശേഷം നേരെ നമ്മുടെ പൈപ്പ് വന്നതിന് ശേഷം നേരെ ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ എൻട്രൻസിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത്. പിന്നെ അവിടെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യും. അതിനെക്കുറിച്ച് അറിയുന്ന താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാത്റൂമിൻ്റെ വയറിങ്ങും എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ വരുന്ന പൈപ്പുകളെല്ലാം തന്നെ അടിച്ചിരിക്കുന്നു. ഇനി അതിന് ശേഷം നേരെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് നേരെ വരുന്നത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് പറഞ്ഞു, DBയുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ പൈപ്പ് കൊണ്ടുവന്നത് നേരെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയയിലാണെന്ന് പറഞ്ഞു. സ്റ്റെയറിൻ്റെ ഏരിയയിൽ നേരെ വന്നതിന് ശേഷം നമുക്ക് ഇൻവെർട്ടർ താഴെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു ചെറിയ സ്വിച്ച് ബോർഡ് കൂടി വന്നു. പിന്നെ ഇവിടെയാണ് നമ്മളൊരു എൻട്രൻസ് പോലെ കിച്ചൻ്റെ സൈഡിലേക്ക് നമ്മൾ കയറുന്ന സമയത്താണെങ്കിൽ ഈ ഏരിയയിൽ വെട്ടം വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബാക്ക് തുളച്ചിട്ടാണ് നേരെ നമ്മുടെ കിച്ചണിലേക്ക് വരുന്നത്. കിച്ചണിലേക്ക് വന്നതിന് ശേഷം കിച്ചണിൽ നിന്നും 2 പൈപ്പ് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് പൈപ്പ് നേരെ വന്നു. അത് നമ്മുടെ നേരെ മുകളിലത്തെ സീലിംഗ് ലൈറ്റ്സ് ഉണ്ട്, അത് അതിലേക്ക് പിടിച്ചു. പിന്നെ അതിന് ശേഷം വരുന്നത് ഒരു 4-4 ജംഗ്ഷൻ അവിടെ നമ്മളൊരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്, ട്യൂബ് ലൈറ്റ്. അത് നേരെ വന്നതിന് ശേഷം ആ പൈപ്പ് തന്നെ നേരെ വന്ന് താഴേക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഇറങ്ങുന്നു. അതിന് മുകളിലായിട്ട് നമുക്ക് എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് ഉണ്ട്.
പിന്നെ വർക്ക് ഏരിയയുടെ വരുന്നുണ്ട്, ബാക്ക് സൈഡ് വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് തുളച്ചിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകം. 4x4 വെച്ചു. അതിനുശേഷം വീണ്ടും അവിടെ ഒരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പൈപ്പ് പോകുന്ന വഴിയായതുകൊണ്ടാണ് ലൈറ്റ് പോയിന്റിന് വേണ്ടി നമ്മുടെ 4x4 വെച്ചിരിക്കുന്നത്. നേരെ വന്നതിന് ശേഷം നേരെ താഴെ പവർ പ്ലഗ് വരുന്നുണ്ട്. ആ പവർ പ്ലഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു താഴെ നിന്നും, അതായത് നമ്മുടെ സ്ലാബിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരടി പൊക്കിയിട്ട് നമ്മളൊരു ബോക്സ് വെച്ചു. അവിടെ നിന്ന് നേരെ തുളച്ച് പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലത്തേക്ക് പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് അപ്പുറത്തെ സ്ഥലത്ത് ലിവിങ് ആണ് വരുന്നത്. ആ ലിവിങ്ങിലേക്ക് നമ്മൾ തുളച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തേക്കും ഒരു ലിങ്കിങ് കിടക്കണം നല്ലതാണ്. ഏതെങ്കിലും സെക്ഷനിൽ ഏതെങ്കിലും ഒരു പൈപ്പ് ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് വയർ വലിക്കാൻ പറ്റാതെ വരരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഓരോ ബോക്സുകൾ തമ്മിൽ ഒരു ലിങ്കിങ് ഇടുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെക്ഷൻ കണ്ടോ, ഇതിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് പോകുന്നത് DBയുടെ ആ സെലക്ഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് വരുന്നത്. ഈ ലിവിങ് ഏരിയയിലേക്ക് വരുന്ന സർക്യൂട്ട് 2 സ്ഥലങ്ങളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഒന്ന് നമ്മുടെ ലിവിങ് ഏരിയ വഴി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള വയറാണ് പൈപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പോകുന്ന പൈപ്പ് നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. പിന്നെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 4x4 ബോക്സ് വെച്ചിട്ട് അവിടെ ലൈറ്റ് വേണമെങ്കിൽ അവിടെ. അതിന് നേരെ നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന സപ്ലൈ ആണ് ഈ കാണുന്നത്. 18 മോഡ്യൂളുണ്ട്. ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ സപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അവിടെ നിന്ന് നേരെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും ഒരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് പോയിന്റിന് വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് നമ്മുടെ ചാനൽ നമ്മുടെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് ബോർഡ് വരാൻ വേണ്ടിയിട്ട് ഒരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു. അതിൻ്റെ ബാക്ക് തുളച്ചിട്ട് നമ്മൾ ഗാർഡൻ ലൈറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ലാമ്പ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ തുളച്ചിട്ടിട്ടുണ്ട്. പിന്നെ അത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. DBയിൽ നിന്നും സെക്ഷൻ തിരിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു, അതുപോലെ കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇനി അടുത്ത സെക്ഷനാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലിൻ്റെ ഏരിയ ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ തുളച്ച് നമ്മളൊരു ലൈറ്റ് പോയിന്റ് കൊടുത്തു. അത് ലിൻഡിലിന് താഴെയായിട്ട് തൊട്ട് മുകളിലായിട്ടാണ് കൊടുത്തു. അതോട് തന്നെ 2 പൈപ്പ് വന്നതിന് ശേഷം ഈ സെക്ഷൻ ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരു ലൈറ്റ് പോയിന്റ് കൊടുത്തു. അത് നേരെ ഒരു പൈപ്പ് കൂടി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വളച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു ബെൽ സ്വിച്ചിനുള്ള ഓപ്ഷൻ കൊടുത്തു. അതായത് ലാസ്റ്റ് നടയിൽ നിന്ന് 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ നമ്മളൊരു ബെല്ലിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തു. അപ്പോൾ അത്യാവശ്യം ഒരു വീടിൻ്റെ എല്ലാ രീതിയിലേക്കും കടന്നു പോകുന്ന വയറിങ്ങിൻ്റെ പൈപ്പിങ്ങും ഞാൻ കാണിച്ചു. 2 ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു ഹാള്, പിന്നെ ഒരു ലിവിങ് ഏരിയ, ഒരു കിച്ചൺ, ഇനി മുകളിലത്തേക്കുള്ള സെക്ഷൻ സെപ്പറേറ്റ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് പൈപ്പ് അടി ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഒരു കാര്യം പറയാൻ മറന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.